ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപേടെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തി സുനന്ദ എന്ന് പറയുന്ന ജോലിക്കാരിയോട് ജോലികളൊക്കെ ചെയ്യണമെന്നും അതുപോലെ തന്നെ എന്നെ ചേച്ചി എന്ന് വിളിക്കേണ്ട, ഒന്നില്ലെങ്കിൽ കൊച്ചമ്മ അല്ലെങ്കിൽ മേഡം, ചേച്ചി എന്ന് പിന്നീട് എന്തെങ്കിലും ഭാവിക്ക് അത് ദോഷം ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാം എന്ന് പറയുകയും ചെയ്യണം. അപ്പോഴേക്കും ബബിത അവിടേക്ക് വരികയാണ്. ബബിത ചോദിക്കുന്നുണ്ട്, എന്തിനമ്മേ ഇങ്ങനെ ഒരു സെർവൻറ്റിന് ഇപ്പോൾ ഇവിടെ ആവശ്യമുണ്ടായിരുന്നു? ഞങ്ങൾ സമാധാനത്തോടു കൂടി ഞങ്ങൾ എല്ലാ ജോലിയും ചെയ്യില്ലായിരുന്നു, ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ളതല്ലേ ഉണ്ടായിരുന്നതുള്ളൂ എന്ന് പറയുകയാണ്. അതെ, ഞാനൊരു കാര്യം പറയാം. ഇനി ഈ നേരത്തൂടെ ഈ 5 മണിക്ക് എഴുന്നേറ്റ് ഈ അടുക്കളപ്പണിയും മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്നതുണ്ടല്ലോ, അതൊന്നും ഇനി ചെയ്യണ്ട എന്ന് പറയുകയാണ്. അതെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, ചെയ്യണ്ട, നിങ്ങളിപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്, നിങ്ങൾ പഠിച്ചാൽ മതി. നിന്റെ അലീന ചേച്ചി പറയുന്ന പോലെയൊന്നും ഇവിടെ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. എൻ്റെ മക്കളെ എങ്ങനെ വളരണമെന്ന് ഞാൻ തീരുമാനിക്കും. പിന്നെ നിങ്ങൾ ഈ ചാട്ടൊന്നും എൻ്റെ അടുത്തേക്ക് എടുക്കണ്ട. നിങ്ങൾ എനിക്ക് ചെലവിന് തരുന്ന സമയത്ത്, എനിക്ക് ആ കാലത്ത് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം എന്നൊക്കെ വൈജയന്തി ബബിതയോട് പറയുകയാണ്. ബബിതയും വിട്ടുകൊടുക്കാതെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഹാളിൽ നിന്നിട്ടും പറയുകയാണ്, അതെ നീയൊക്കെ ആ രോഹിതിനെ അടുക്കളയിൽ ഇട്ടിട്ട് എന്തെല്ലാം പണികൾ അടിച്ചേൽപ്പിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിനെന്താ ഈ പാൺകുട്ടികൾ പണിയെടുത്താൽ എന്ന് ചോദിക്കുകയാണ്. പണിയെടുത്താൽ എന്താണെന്നും, അവനൊക്കെ പണിയെടുക്കേണ്ട പ്രായമാണോടി? അവനൊക്കെ എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പൊ പണിയെടുത്ത് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭാര്യമാർ വെച്ച് വിളമ്പുന്നത് ഇഷ്ടപ്പെടാതെ വരും. അവർ തന്നെ സ്വയം വെക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ അവർ സ്വയം വെക്കാൻ തുടങ്ങും. പയ്യെ പയ്യെ ആ ഭാര്യ അവനെ അടുക്കളക്കാരനാക്കി മാറ്റുകയും ചെയ്യും. അതാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ദോഷം. നിന്റെ അച്ഛൻ ഇതുവരെയായിട്ടും ഈ അടുക്കളയിൽ ഒരു ഗ്ലാസ് വെള്ളം, കുടിച്ച ഗ്ലാസ് പോലും കഴുകി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഞാൻ അനുവദിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് അലീന ചേച്ചിക്ക് അത് പറ്റിയില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന ചേച്ചിക്ക് പറ്റിയില്ല, ശരി, അപ്പോൾ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് ബാലേന്ദ്രനെ അവൾക്ക് അത് പഠിപ്പിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിച്ചങ്ങനെ വഷളാവുകയാണ്. അപ്പോൾ നമ്മുടെ ഇവള് പറയുകയാണ്, അതെ ഈ അമ്മയോട് തർക്കിക്കാനൊന്നും ഞാനില്ല, എന്തായാലും അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നും പറഞ്ഞു പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന ബാലേന്ദ്രൻ പേപ്പറും വായിച്ചിരിക്കുകയാണ്. അപ്പോൾ ബബിത അവിടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ബബിയുടെ മുഖം കാണുമ്പോൾ എന്ത് പറ്റിയടി എന്ന് ചോദിക്കുകയാണ്. അതെ, അമ്മയുടെ ഭരണം തീരെ ശരിയാവുന്നില്ല, അമ്മ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് എന്ന്. അപ്പം എന്താ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ജോലി ചെയ്യേണ്ടെന്നാണ് പറയുന്നത്, എല്ലാതും ആ വന്ന സ്ത്രീ ചെയ്യട്ടെ എന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെയൊക്കെ ചെയ്യട്ടെ. എന്തായാലും അലീന പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നുകൊണ്ട് ചെയ്യണം, അവൾ ഇഷ്ടത്തിന് നടത്തട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു സുഖമില്ല അച്ഛാ, ഞങ്ങളൊക്കെ നല്ല 3 പേരും നല്ല ജോലിയായിട്ട് നിന്ന് ചെയ്തിരുന്നതാണെന്ന് പറയാണ്. അതെ, ഞാനൊരു കാര്യം പറയാം, എന്തായാലും നമുക്ക് 3 പേർക്കും കൂടി ഒന്ന് ഔട്ടിങ്ങിന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അത് നല്ല സൂപ്പർ ഐഡിയ എന്ന് പറയുന്നുണ്ട്. എന്നാലേ നീ രോഹിയോടും കൂടി ടിപ്പ് ചെന്ന് പറ, 2 റെഡിയായി നിൽക്കാൻ പറ എന്ന്. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് അവരങ്ങനെ പോവുകയാണ്. അപ്പോഴാണെങ്കിൽ ഇവിടെ വൈജ സുനന്ദ എല്ലാ ഭക്ഷണവും റെഡി ആക്കിയിട്ട് പപ്പടടക്കം എല്ലാം അതും മേശപ്പുറത്ത് കൂടെ നിരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ വൈജ റൂം തുറന്ന് വരികയാണ്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, എന്താടി ഇവിടെ വല്ല കല്യാണോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേഗം വിളിക്കും മേഡം, അവരെല്ലാവരെയും വിളിക്കും, ചൂടോടുകൂടി കഴിച്ചാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിളിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എല്ലാവരും അവരുടെ റൂമിൽ നിന്ന് ഇറങ്ങി ഓരോരുത്തരായിട്ട് വരുന്നത്. അപ്പോൾ അവരൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാം, നിങ്ങളൊക്കെ എവിടേക്കായെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്തേക്ക് ഔട്ടിങ്ങിന് പോവാണെന്ന് പറയണം. അപ്പോൾ ഇവിടെ വെച്ച ഭക്ഷണമൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ 2 പേരും കൂടി തിന്നോ എന്ന് പറയുകയാണ് കൃഷ്ണമോള്. അപ്പോൾ എന്താടി ഞങ്ങൾ തിന്നാനായിട്ട് ഞങ്ങൾ ആനകളാണോ എന്ന് ചോദിക്കുകയാണ്. ഒരു കുടുംബത്തിന് വെച്ച മുഴുവനും ഭക്ഷണം തിന്നാനായിട്ട് എന്നാൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചോ എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണ. അപ്പോൾ ആ സമയത്ത്, അല്ല നിങ്ങൾക്ക് ഇപ്പം എന്താ ഔട്ടിങ്ങിന് പോയില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവുകയാണെന്ന് ബബിത പറയുന്നുണ്ട്. അച്ഛൻ ഇന്ന് ഞങ്ങളോട് പുറത്തേക്ക് പോരണോന്ന് ചോദിച്ച്, അപ്പോൾ അതുകൊണ്ട് പോവുകയാണ്. ഇന്നിപ്പോൾ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് മറ്റൊരു ദിവസം പോയാൽ പോരെ എന്ന് വൈജയന്തി പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ നിങ്ങൾ പോരുന്നെങ്കിൽ പോര്, എനിക്ക് ഇന്നാ ഒഴിവുള്ളൂ. പിന്നെ എനിക്ക് അടുത്ത വർഷം സെപ്റ്റംബർ 18-ാം തീയതിയാണ്. അപ്പോൾ 1 വർഷം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അത് വേണ്ട അച്ഛാ, നമുക്കിപ്പോൾ തന്നെ പോകാമെന്ന് ബബിത പറയുന്നുണ്ട്. അപ്പോൾ എന്നാ വാ, എന്തായാലും നിങ്ങൾക്ക് ബിരിയാണി അല്ലേ വേണ്ടത്? അപ്പോൾ രോഹിത്തിനോട് വൈജ ചോദിക്കുകയാണ്, നിനക്ക് നീ ഇടക്കിടക്ക് പുറത്ത് പോയി ബിരിയാണി ഒക്കെ കഴിക്കുന്നതല്ലടാ, നിനക്ക് ബിരിയാണി കഴിക്കാതെ ഇപ്പം എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല, ഞാൻ ബിരിയാണി കഴിക്കാൻ ല്ല പോകുന്നത്, ഞാൻ കുഴിമന്തി കഴിക്കാനാണ് എന്ന് നമ്മുടെ രോഹിത് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്നാൽ നമുക്ക് പോയാലും
നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോകണ്ടേ എന്ന് ചോദിക്കണം. ആ വേണം അച്ഛാ, അത് കഴിഞ്ഞ് മാറ്റിനിക്കും പോകാല്ലേ എന്ന് പറയുന്നു. മാറ്റിനി ഒന്നും ഇല്ല അച്ഛാ, ഇപ്പം 3 മണിക്കല്ലേ സിനിമ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ ഉള്ള കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു, എന്നാ ഇറങ്ങി എന്നും പറഞ്ഞ് ആദ്യം തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പോവുകയാണ്. അപ്പോൾ പുറകെയായിട്ട് 3 പേരും പോകുന്നുണ്ട്. അപ്പോൾ വൈജയുടെ കർണക്കുറ്റി അടിച്ച പോലെ തന്നെയാണ് വൈജയ്ക്ക് ആ സമയത്ത് തോന്നുന്നത്. വൈജ പറയുന്നതൊന്നും 3 മക്കളും ഭർത്താവും കേൾക്കാതെ പോകുന്ന കാണുമ്പോൾ അപ്പോൾ സുനന്ദ ചോദിക്കുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും മേഡം എന്ന് ചോദിക്കാനും. എന്ത് ചെയ്യാൻ, എനിക്കിതൊക്കെ കാണുമ്പോഴേ എല്ലാം വലിച്ചു വാരി കുഴിയിലിട്ട് മൂടാനാ തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയ്യോ ചൂടോട് കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും, എന്തായാലും ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി എന്ന് വൈജ പറയുകയാണ്. അപ്പോൾ അയ്യോ ഇനി ചൂടാക്കി വീണ്ടും കഴിക്കണൊക്കെ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല മേഡം, പിന്നെ ഞാൻ എന്ത് ചെയ്യാനായെന്നും ചോദിച്ച് വൈജ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പപ്പടം 2-3 ചിപ്സൊക്കെ എടുത്ത് അവൾ തിന്നാണ്, ഇതിന് ഞാൻ പട്ടിണി എടുക്കണേന്ന് ചോദിച്ചിട്ട് സുനിത അതിൽ നിന്നെടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അലീനയെ കാണിക്കുകയാണ്. അലീനയാണെങ്കിൽ മനുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മനു മോളെ എന്തെടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെയുണ്ട്, ഈ വീട്ടിലുണ്ട് എന്ന് പറയാണ്. അത് എന്താണ് പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നായി പോരട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ പപ്പയുടെ വിശേഷങ്ങളൊക്കെ അവളങ്ങനെ പറയുകയാണ്. ഒരു പൊടിക്ക് അടങ്ങുന്നില്ല, എല്ലാതും ഒരു ചിട്ടയും വട്ടയും പട്ടാള ചിട്ടയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നിന്നോട് സ്നേഹമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നോട് ഒരുപാട് സ്നേഹമാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണം. എന്താ നിന്റെ പ്രശ്നം ഇപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ പപ്പയ്ക്ക് ഭയങ്കര കുടിയാണ് എന്ന് പറയുകയാണ് അലീന. അപ്പോൾ അതിനിപ്പോൾ എന്താ കണ്ടിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല മനുവേട്ടാ, പക്ഷേ എൻ്റെ ബ്രിജിത മമ്മി ഉണ്ടല്ലോ, ആ മമ്മിക്ക് ലിവർ സിറോസിസ് വന്നത് കള്ളു കുടിക്കാത്ത മമ്മിക്കാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇന്റേണലായിട്ട് എന്തെങ്കിലും പ്രശ്നം പാപ്പയ്ക്ക് ഉണ്ടെങ്കിലോ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ എന്തായാലും നിന്റെ ഇത് തുടരട്ടെ, അധികം യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ വലിയപ്പച്ചൻ വന്നിട്ടുണ്ട് ഇവിടെ എന്ന് പറയണം. എന്നിട്ട് ഞാനിവിടെ വന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്, എന്നെ തുരത്താൻ വേണ്ടി വന്നതാണ്, പക്ഷെ എന്നെ കണ്ട വഴിക്ക് തന്നെ ആള് ഫ്ലാറ്റായി. ഇപ്പം ഞങ്ങൾ ഒറ്റ കൈയാണ് എന്ന് പറയുന്നുണ്ട്. കൊള്ളാലോ നീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അതായത് സ്റ്റാൻലി പപ്പയുടെ അമ്മ, അദ്ദേഹത്തിൻ്റെ മുഖച്ഛായയാണത്ര എനിക്ക്, അതുകൊണ്ടാണ് അവരൊക്കെ എന്നെ കണ്ട് ഫ്ലാറ്റായത്. പിന്നെ തന്നെയല്ല ആ അമ്മച്ചി മരിച്ച് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത് എന്നും കൂടി അലീന പറയുന്നുണ്ട്. അപ്പോൾ ആ അമ്മച്ചി നിന്റെ ദേഹത്ത് കയറി കാണും, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെയായാലും എൻ്റെ ബ്രിജിത്ത മാമി കഴിഞ്ഞിട്ട് ആരും ഉള്ളൂ എന്നിങ്ങനെ അലീന പറയുകയാണ്. എന്നാൽ ശരിയടി വിളിക്കാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും ഈ പറയുന്ന ഇവരിങ്ങനെ വരികയാണ്. ബാലേന്ദ്രനും മക്കളും കൂടിയൊക്കെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരികെ വരുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ മക്കളെ ഉപദേശിക്കുന്നുണ്ട്. അവിടെ ചെല്ല് കഴിയുമ്പോൾ ഓരോ പ്രശ്നങ്ങളുണ്ടാകും. അറിയാലോ അലീന എന്തിനാ ഇവിടെ നിന്ന് പോയതെന്ന്, നിന്റെ അമ്മ ഇവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരിക്കലും അമ്മയും ഞാനും ശരിക്ക് പൂർണ്ണമായി ഒത്തുപോകുകയില്ല. അതുകൊണ്ട് അലീന പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പരമാവധി ഇവിടെ പ്രയോഗപ്പെടുത്താൻ ശ്രമിക്കണം എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ മക്കളോട് പറഞ്ഞ് ഉപദേശം കൊടുത്ത് ആ കാറിൽ തന്നെ ഇരിക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ സ്റ്റാൻലി നല്ല കള്ളുകുടിയും കാര്യങ്ങളാണ്. അപ്പനും ഉണ്ട്, അപ്പം കള്ളുകുടിക്കുന്നില്ല, പക്ഷെ സ്റ്റാൻലി കള്ളുടിച്ച് ഫിറ്റായിട്ട് തൻ്റെ മകളെ താൻ 10-23 വർഷം അകന്നിരുന്നതിനെ കുറിച്ചും അവളൊരു പാവമാണ്, അവളെൻ്റെ ജീവനാണ് എന്നൊക്കെ ഇങ്ങനെ ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്. അലീന അതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് കിടക്കുന്ന ഭാഗമൊക്കെയാണ് നാളത്തെയും എപ്പിസോഡിലെ പ്രൊമോക്കായിട്ട് വന്നിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ബൈ, താങ്ക് യു.